ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതേ താമരവിത്ത് എങ്ങനെ മുളപ്പിക്കുക എന്നുള്ളത് നോക്കാനായിട്ടോ. ആക്ച്വലി നമ്മളിത് വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു 3 വർഷം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കിളിച്ചൊക്കെ വന്നായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ നമ്മൾ വാടകയ്ക്കാണ്. അപ്പോൾ വാടക വീട് മാറുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ചീത്തയായിപ്പോയി കേട്ടോ. ഇത് ഭയങ്കര സെൻസിറ്റീവാണ്. അത് ആമ്പലായാലും താമരയായാലും പെട്ടെന്ന് അഴുകുന്ന സാധനമാണ്. ചെറിയ അനക്കം തട്ടിയാൽ പോലും പെട്ടെന്ന് ചീത്തയാവും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഭയങ്കര സേഫായിട്ടൊക്കെ നോക്കി കൊണ്ടൊക്കെ വന്നതായിരുന്നു. പക്ഷെ അത് നശിച്ചു പോയി. ഇപ്പോൾ 3 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ താമര വിത്തൊന്നും വാങ്ങിച്ചിട്ടില്ല. അന്ന് നമ്മുടെ ഒരു കൂട്ടുകാരി തന്നെയാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ആമ്പലൊക്കെ നോക്കി. ആമ്പലും ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മളെത്ര കെയർ ചെയ്താലും ചില സമയത്ത് അത് പൂക്കാൻ താമസിക്കും. അങ്ങനെ ഒത്തിരി ഇതായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ലാസ്റ്റ് ഒരു ആമ്പല് നമ്മൾ വീഡിയോ ഇട്ടതും അത് ഭയങ്കര ഞാൻ മീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ മീൻ ഇല കടിക്കുകയോ എന്തോ ചെയ്തപ്പോഴത്തേക്ക് അതും നശിച്ചു പോയി കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പം ഓമല്ലൂരിൽ മേളയ്ക്ക് പോയപ്പം താമരവിത്ത് കണ്ടായിരുന്നു. വാങ്ങിക്കണോ വേണ്ടോ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ വിചാരിച്ച് എന്തായാലും വാങ്ങിച്ചേക്കാമെന്ന്. അപ്പം ഞാൻ വാങ്ങിച്ചത് 4 വിത്ത് 50 രൂപ എന്നുള്ളത്. പക്ഷെ എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇട്ട ആ താമരവിത്ത് എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും വലുതായിരുന്നു. കുറച്ചും കൂടെ കട്ടിയുള്ളതുപോലെ, തോടിന് കട്ടിയുള്ളതുപോലെ തോന്നുന്നു. പക്ഷേ ഇത് ഭയങ്കര ചെറുതാണ്. തോടിന് വലിയ കട്ടി എനിക്ക് ഇങ്ങനെ കവറിലൊക്കെ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പൊട്ടിച്ചില്ല കേട്ടോ, പൊട്ടിക്കാൻ പോകുന്നേ ഉള്ളൂ. എനിക്കങ്ങനെ തോന്നി കേട്ടോ. ഞാൻ പഴയ വീഡിയോ അന്നേരം ഒന്നും കൂടെ ഞാനിപ്പം നോക്കിയിട്ടാണ് ഇത് താരതമ്യം പറഞ്ഞത്. അപ്പോൾ എന്തോന്നറിയില്ല. എന്തായാലും നമ്മളിത് മുളപ്പിക്കാൻ ഇടാമെന്ന് വിചാരിച്ച് എൻ്റെ എടുത്തു. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് പഴയത് അവൾ വാങ്ങിച്ചിരുന്നത്, എൻ്റെ കൂട്ടുകാരി വാങ്ങിച്ചിരുന്നത് ആമസോണോ ഫ്ലിപ്കാർട്ട് വഴി എങ്ങാണ്ടാണ് വാങ്ങിച്ചിരുന്നത്. നല്ല ക്വാളിറ്റി തോന്നിയായിരുന്നു എല്ലാത്തിലും. ഇച്ചിരി കൂടെ വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചെറിയ ഇതായിട്ട് തോന്നുന്നുണ്ട്. 4 കളറാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നേക്കുന്നത് ഇത്. പിന്നെ കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഒരു കടയിൽ 4 വിത്തും 50 രൂപ, ബാക്കി എല്ലാ കടകളിലും 3 വിത്ത് 50 രൂപ. അപ്പോൾ ഞാൻ 4 വിത്ത് 50 രൂപയുടെ കടയിൽ കയറിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് മുളപ്പിക്കാൻ നമ്മൾ ഈ ഉരച്ച് മുളപ്പിക്കാൻ ഇടുന്നതിൻ്റെ കാരണം ഇത് വേഗത്തിൽ കിളിക്കാനാണ്. ഇതല്ലാതെ നമ്മൾ വെള്ളത്തിൽ ഇട്ടാലും കിളിക്കും. പക്ഷെ ഒത്തിരി നാളുകൾ എടുക്കുക കേട്ടോ. നമ്മൾ ഇച്ചിരി ഒന്ന് ഇങ്ങനെ ഉരച്ചിട്ട് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ കിളിക്കും. നമ്മളത് യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അന്നേരം വിചാരിച്ചു ഒന്ന് ഉരച്ചിട്ട് മുളപ്പിക്കാൻ ഇടാമെന്ന്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിനകത്ത് 2 ഭാഗമുണ്ട്. ഒന്ന് പുറത്തോട്ട് വരുന്ന ഒരു സൂചി പോലെയുള്ള ഒരു ഭാഗവും താമരവിത്ത് എടുക്കുന്നവർക്കറിയാം. ഒരെണ്ണം അകത്തോട്ട് പോകുന്നത്. അതിൽ ചിലതിലിങ്ങനെ മാറ്റം വരും കേട്ടോ. ചെറുതായിട്ട് കാണാവോ ക്ലിയറായിട്ട്? ഒരു ചെറിയതായിട്ട് വെളിയിലോട്ടൊരു ഭാഗം വരുന്നുണ്ട്, ഒരു കൂർത്തിക്കുന്നത്. ഈ ഭാഗത്ത് അങ്ങനെ കൂർപ്പ് കാണത്തില്ല. അകത്തോട്ടൊരു ചെറിയ രീതിയിലൊരു കുഴി പോലെ നമുക്ക് തോന്നിക്കും. നോക്കട്ടെ, ഞാൻ ഇങ്ങനെ കുഴി പോലെ തോന്നിക്കും. ഇതിനകത്ത് ഇങ്ങനെ പുറത്തോട്ടേക്കും. ഇതാണ് സംഭവം. അപ്പം നമ്മൾ ഈ അകത്തോട്ട് കുഴി പോലെ തോന്നിക്കുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ ഉരയ്ക്കേണ്ടത്. ആ ഭാഗം ഇങ്ങനെ ഉരച്ച് എടുക്കാൻ പോവാണ് കേട്ടോ. 4 വിത്ത് എന്തായാലും മുളപ്പിക്കാൻ വേണ്ടി ഞാൻ എടുക്കാൻ പോവാണ്. അപ്പം ഉരയ്ക്കാൻ പോവാണ്. ഞാൻ സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 4 വിത്ത് ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ വരാൻ ഇച്ചിരി ലേറ്റ് ആവും തോടുണ്ടെങ്കിൽ. നമ്മളിത് ചെറുതായിട്ടൊന്ന് ആ കട്ടി തോടായതുകൊണ്ട് അതിങ്ങനെ ചെറുതായിട്ട് ഉരച്ച് കൊടുക്കുവാണെങ്കിൽ വേഗത്തിൽ ഇത് കിളിച്ച് വരും. അപ്പം നമ്മളിത് വെള്ളത്തിൽ ഇടാനാണ് കേട്ടോ. അപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 4 വിത്തും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ടാവട്ടെ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ പുറകേ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യണം. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോസായിട്ട് വരാം. ബൈ.